നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ പൂരത്തിന് നാളെ കൊടിയേറും. പാറമേക്കാവിലും തിരുവമ്പാടിയിലും പൂരപങ്കാളികളായ 8 ഘടക ക്ഷേത്രങ്ങളിലും നാളെ കൊടിയേറും. കൊടിയേറ്റം TCV തത്സമയം സംപ്രേഷണം ചെയ്യും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒല്ലൂർ MLA ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പാലിയങ്കരയിൽ ടോൾ പിരിവ് നിർത്തിവെച്ചെങ്കിലും ഫാസ്ടാഗ് വഴി തുക ഈടാക്കുന്നത് തുടരുന്നു. കമ്പനിയുടെ ഓഫീസ് താഴിട്ട് പൂട്ടിയ ശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുത്തിയിരിപ്പ് സമരം നടത്തി. ശക്തമായ കാറ്റിലും മഴയിലും ചിറ്റണ്ട, പൂങ്ങോട് പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടം. റോഡിലേക്ക് മരങ്ങൾ മറിഞ്ഞു വീണും മരങ്ങൾ വീടിന് മുകളിലേക്കും കടപുഴകി വീണുമാണ് നാശനഷ്ടം സംഭവിച്ചത്. ശക്തമായ ഇടിമിന്നലിൽ കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ പാതയോരത്തെ ട്രാൻസ്ഫോമറിന് തീപിടിച്ചു. വടക്കാഞ്ചേരി റോഡിലെ ഗുഡ് ഷെപ്പേർഡ് സ്കൂളിന് മുന്നിലെ ട്രാൻസ്ഫോമറിനാണ് തീപിടിച്ചത്. അവശ്യ സാധന വിലക്കയറ്റത്തിനും അനധികൃത കാറ്ററിംഗ് സ്ഥാപനങ്ങൾക്കുമെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ഭക്ഷ്യസുരക്ഷാ ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി കോടങ്കണ്ടത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് തൃശൂരിൽ സ്വീകരണം നൽകി. സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് CR വത്സൻ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂരിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ അമ്മയ്ക്കും മകൾക്കും പരിക്കേറ്റു. ബ്രഹ്മകുളം സ്വദേശി ബ്രഹ്മകുളത്ത് സുനിത, മകൾ ശ്രീലക്ഷ്മി എന്നിവർക്കാണ് പരിക്കേറ്റത്. പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ചിറ്റാട്ടുകര പുലിക്കോട്ടിൽ ജോസ് മകൻ 44 വയസ്സുള്ള രാജ ജോസാണ് മരിച്ചത്. കൊടുങ്ങല്ലൂരിലെ മേത്തലയിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെ വിശ്രമ സ്ഥലം സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. മേത്തല കുന്നംകുളം സെന്ററിലുള്ള ഓട്ടോ സ്റ്റാൻഡിലെ ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. വെങ്കിടങ്ങ് ഏനമാവ് കുപ്പിക്കഴുത്ത് അടിയന്തര നടപടികളിലൂടെ പൊളിച്ചു നീക്കണമെന്ന് CPI വെങ്കിടങ്ങ് ലോക്കൽ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം T പ്രദീപ് കുമാർ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പറവട്ടാനി മാർ അദായ് സ്ലിഹ പള്ളിയുടെ എസ്റ്റേറ്റിലെ റബ്ബർ മരങ്ങൾ മോഷ്ടിച്ചവരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് കൂട്ടധർണ നടത്തി. വികാരി റൂണോ വർഗീസ് കൂട്ടധർണ ഉദ്ഘാടനം ചെയ്തു. ലഹരി മാഫിയെ തുരത്തുന്നതിനായി പെരുമ്പിലാവ് സെന്ററിൽ ആയോധന കലാപ്രദർശനം നടത്തി. കലാപ്രദർശനം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കോടാലി യൂണിറ്റ് സംഘടിപ്പിച്ച പ്രകൃതി പഠനയാത്ര കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. ഇന്ദ്രജിത്ത് കാര്യാട്ട്, KK അനീഷ് കുമാർ, IR ബാലകൃഷ്ണൻ എന്നിവർ പഠനയാത്രയ്ക്ക് നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ എറിയാട് ശിശു വിദ്യാഭോഷിണി LP സ്കൂളിന്റെ ശതാബ്ദി ആഘോഷ സമാപനവും സ്മരണിക പ്രകാശനവും സർക്കാർ വിദ്യാലയ പ്രഖ്യാപനവും നടന്നു. മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നടത്തുന്ന സാഹോദര്യ കേരള പദയാത്രയുടെ പ്രചരണാർത്ഥം വെൽഫെയർ പാർട്ടി കൈമംഗലം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജമാൽ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ സാഹോദര്യ പദയാത്ര നടത്തി. പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KK ഷാജഹാൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. കുമരനെല്ലൂർ ശ്രീ കറുവണ്ണ വിഷ്ണു ശിവക്ഷേത്രത്തിൽ വൈശാഖ മാസാരംഭ ദിനത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തിരിതെളിഞ്ഞു. ഭാഗവതാചാര്യൻ വാസുദേവൻ വാളേരിയെയും സഹയജ്ഞാചാര്യ സനില വാസുദേവനെയും ആചാര്യവരണം നടത്തി. ഏങ്ങണ്ടിയൂരിൽ കോൺഗ്രസ് മണ്ഡലം തല മഹാത്മാഗാന്ധി കുടുംബ സംഗമം ചേറ്റുവ 2ാം വാർഡിൽ KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് ലത്തീഫ് കെട്ടുമ്മൽ അധ്യക്ഷത വഹിച്ചു. CPI മറ്റത്തൂർ ലോക്കൽ സമ്മേളനം കോടാലിയിൽ നടന്നു. പൊതുസമ്മേളനം മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ 41 കുടുംബശ്രീ ADS വാർഷികം മുതിർന്ന കുടുംബശ്രീ പ്രവർത്തക പാറുമ്മ ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൌൺസിലർ K അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു.
ലയൺസ് ക്ലബ്സ് ഇന്റർനാഷണൽ 318D ക്ലോത്ത് ബാഗ് പ്രൊജക്ട് പ്രകാരം ലയൺസ് ക്ലബ് ഓഫ് തൃശൂർ, ലയൺസ് ക്ലബ് ഓഫ് കാട്ടൂർ എന്നിവിടങ്ങളിൽ നിന്നും സ്വീകരിച്ച വസ്ത്രങ്ങൾ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ലയൺ പീതാംബരൻ രാരംഭത്തിന് കൈമാറി. ക്യാബിനറ്റ് സെക്രട്ടറി ലയൺ മിക്കി ജെ നടക്കലാൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പൂരത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ലാലൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്ര ഉപദേശക സമിതി. നാളെ രാവിലെ 8-നും 8:30-നും മധ്യേ ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദേശത്തെ ഭക്തജനങ്ങൾ പൂരത്തിന്റെ കൊടിയേറ്റം നിർവഹിക്കും. പുലിപ്പല്ല് കൈവശം വെച്ച കേസിൽ റാപ്പർ വേടനെ 2 ദിവസത്തേക്ക് വനം വകുപ്പിന്റെ കസ്റ്റഡിയിൽ വിട്ടു. നാളെ വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും. ജാമ്യാപേക്ഷ മെയ് 2-ന് പരിഗണിക്കും. വേടനെ വിയൂരിലെ ജ്വല്ലറിയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. വിനോദസഞ്ചാര വികസനത്തിന്റെ പേരിൽ അതിരപ്പിള്ളിയിൽ ജലവൈദ്യുത പദ്ധതി നടപ്പിലാക്കുവാനുള്ള KSEBിയുടെ രഹസ്യ അജണ്ട എന്തുവില കൊടുത്തും ചെറുക്കുമെന്ന് AIYF തൃശൂർ ജില്ലാ കമ്മിറ്റി. അതിരപ്പിള്ളി വനമേഖലയിലെ ടൂറിസം വികസനത്തിന്റെ പേരിൽ വ്യാജ പ്രചരണം നടത്തി വിനോദസഞ്ചാര സൗഹൃദ ജലവൈദ്യുത പദ്ധതി എന്ന പുതിയ പേരുമിട്ട് പഴയ പദ്ധതിയെ പൊടിതട്ടിയെടുക്കുവാനാണ് ഇപ്പോഴത്തെ ശ്രമമെന്ന് AIYF. ഭാരത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് 23ാമത് തൃശൂർ സ്കൌട്ട് ഓപ്പൺ ഗ്രൂപ്പിന്റെ 81ാമത് റേഞ്ചർ ടീമിന്റെയും നേതൃത്വത്തിൽ തൃശൂർ പൂരത്തിനോടനുബന്ധിച്ച് നഗരത്തിലെ ട്രാഫിക് സൈൻ ബോർഡുകൾ ശുചിയാക്കി. ട്രാഫിക് SI വിജയ് ലീല ഗോപൻ ഉദ്ഘാടനം ചെയ്തു. ഗുണഭോക്താക്കൾ ജീവിച്ചിരിക്കുമ്പോൾ തടഞ്ഞുവെക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മരണശേഷം അനുവദിച്ച് തിരിച്ചുപിടിക്കുന്ന പ്രഹസന നാടകത്തെ ന്യായീകരിച്ച് സർക്കാർ. തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ ജോൺ ഡാനിയൽ മുഖ്യമന്ത്രിക്ക് അയച്ച പരാതിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നൽകിയ മറുപടിയിലാണ് ന്യായീകരണം. MSPയിൽ ഡെപ്യൂട്ടി കമാൻഡറായി IM വിജയന് സ്ഥാനക്കയറ്റം. നാളെ വിരമിക്കാനിരിക്കെ സൂപ്പർ ന്യൂമറി തസ്തിക സൃഷ്ടിച്ചാണ് സ്ഥാനക്കയറ്റം നൽകിയത്. ലോക മലമ്പനി ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മുതുവറയിൽ നടന്നു. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. പോർക്കുളം പൂമരത്തിന് സമീപം റോഡിൽ തലയിടിച്ച് വീണ് മങ്ങാട് സ്വദേശിയെ ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ കണ്ടെത്തി. മങ്ങാട് മത്തനങ്ങാടി സ്വദേശി 65 വയസ്സുള്ള വാസുവിനാണ് പരിക്കേറ്റത്. ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭ കേരള ഘടകത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനതല ബസവ ജയന്തി ആഘോഷം മെയ് 4-ന് തൃശൂരിൽ സംഘടിപ്പിക്കും. കർണാടക വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ഈശ്വർ ഖണ്ഡ്രെ ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്യും. വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സാഹോദര്യ കേരള പദയാത്രയെ സ്വീകരിക്കാൻ ജില്ലയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഈ മാസം 19-ന് തിരുവനന്തപുരത്തു നിന്നും പ്രയാണം ആരംഭിച്ച പദയാത്ര 14 ജില്ലകളിലും പര്യടനം നടത്തി മെയ് 27-ന് കോഴിക്കോട് സമാപിക്കും. ചാഴൂർ സെന്റ് മേരീസ് പള്ളിയിലെ സംയുക്ത തിരുനാളിന് കൊടിയേറി. ഫാദർ ചെറിയാൻ മാളിയങ്കൽ കൊടിയേറ്റം നിർവഹിച്ചു. മെയ് 3, 4 തീയതികളിലാണ് തിരുനാൾ. പഴുവിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ആറാട്ടോടെ സമാപനമായി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ചെറുകുന്നത്ത് മന വിഷ്ണു നാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നെല്ലായി സെന്റ് മേരീസ് ദേവാലയത്തിൽ വിശുദ്ധ യൂദാ തദേവ്യൂസിന്റെ ഊട്ടുതിരുനാൾ ബുധനാഴ്ച ആഘോഷിക്കും. വൈകിട്ട് 4-ന് നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ ഡേവിസ് കൂട്ടാല മുഖ്യ കാർമ്മികത്വം വഹിക്കും. 10 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന കരിഞ്ചാൽ കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം പുരോഗമിക്കുന്നു. പാലത്തിന്റെ അവസാന സ്ലാബിന്റെ കോൺക്രീറ്റും പൂർത്തിയായി. മങ്ങാട് മാങ്ങോട്ടുകാവ് ശ്രീ അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ കിഴക്കേ നടയിൽ പുതിയതായി നിർമ്മിച്ച കവാടം സമർപ്പണം നടന്നു. ക്ഷേത്രം മേൽശാന്തി വിഘ്നേഷ് റെംപ്രാന്തിരി ഉദ്ഘാടനം ചെയ്തു. മതിലകം അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിനോടനുബന്ധിച്ച് കായിക സംവാദം സംഘടിപ്പിച്ചു. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തും വരവൂർ പഞ്ചായത്തും സംയുക്തമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച് ഗ്രൗണ്ട് പൊതുജനങ്ങൾക്ക് സമർപ്പിച്ചു. കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണപുരം മാലയിൽ യുവാവിന്റെ വീട്ടിൽ നിർത്തിയിട്ടിരിക്കുന്ന ഇലക്ട്രിക് സ്കൂട്ടറും ബുള്ളറ്റും തീവെച്ച് നശിപ്പിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. ആല ദുർഗാനഗർ സ്വദേശി ചൂരപ്പെട്ടി വീട്ടിൽ ഷംജിത്തിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ
പറയട്ടെ. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.